ഹായ് എവരി വൺ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിലൊരു കക്കയിറച്ചിയും കടച്ചക്കയും തമ്മിലുള്ള കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഞാനൊരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയും ഒരു ചെറിയ ഉള്ളി 2ആയിട്ട് പിളർന്നതും ചേർത്ത് കൊടുത്ത് ഒന്ന് പകുതി മൂപ്പായി കഴിയുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഇറച്ചി ടേസ്റ്റിൻ്റെ രുചിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മൂപ്പനുസരിച്ച് മൂപ്പിച്ച് നല്ലോണം ബ്രൗൺ നിറമൊന്നും ആകണ്ട, 1/4 ഭാഗത്തോളം എല്ലാം ഒന്ന് വെന്താൽ മതി, മൂത്താൽ മതി. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഞാൻ അതേ കപ്പ് തന്നെ 1 കപ്പ് ഉപ്പിനകത്ത് പറ്റിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയാണ്. ഇതും അതിൻ്റെ കൂട്ടത്തിൽ അത്രയോളം കപ്പ് തന്നെയുള്ള കടച്ചക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് 1 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ അരച്ചു കൊണ്ടിരിക്കുന്ന വറുത്ത മുളകും മല്ലിയും മുളകും തേങ്ങയും എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതൊന്ന് അപ്പോഴത്തേക്കൊന്ന് വേകട്ടെ. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊക്കെ നമ്മുടെ പഴയ കറികളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വറുത്ത് വെച്ച മസാലകൾ. ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലവണ്ണം അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കടച്ചക്കയും കക്കയിറച്ചിയൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. കടച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് പുളി വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ പുളി ചേർക്കാം. ഞാൻ തക്കാളി ചേർക്കുന്നില്ല. അത് കാരണം 1 ചെറിയ കഷ്ണം പുളി 2ആയിട്ട് കീറിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പുളിയും ഉപ്പും എല്ലാം പാകത്തിലാണോ എന്ന് നോക്കണം. ഇത്തിരി നേരം കറി ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് പുളി ഇറങ്ങുള്ളൂ, കാരണം കുടംപുളിയാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് അരപ്പെല്ലാം ചേർത്തിട്ട് ഇത്തിരി നേരം ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ എല്ലാവരും. വളരെ ടേസ്റ്റിയായ കറിയാണ് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇപ്പം ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ പുളി എടുത്ത് മാറ്റാവുന്നതാണ്. ഓരോരുത്തരുടെ പുളി പലതുപോലെയാണ്, ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള പുളി മതി. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുകെല്ലാം നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും 2 കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി മൂപ്പിച്ച് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു കക്കയിറച്ചി കടച്ചക്ക കറിയാണ്. കടച്ചക്കയുടെ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പുളിയും എരിവും മീനിൻ്റെ ചൊവ്വ വേണമെന്നുള്ളവർക്ക് മീനും ഒക്കെ ഉള്ള ഒരു കറിയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ കറി ഒന്ന് ഉണ്ടാക്കി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു കക്കയിറച്ചിയും കടച്ചക്കയും കൂടിയുള്ള കറിയാണ്. അടുത്ത വീഡിയോയിൽ